നോക്കട്ടെ, പോലീസിന്റെ ജോലി ചെയ്യും, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അവർക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പോലീസിന്റെ ജോലി ചെയ്തോളൂ. പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചോളൂ. അവർ ചെയ്യട്ടെ. എനിക്കറിയില്ല, ഞാനൊന്നും അന്വേഷിക്കാം. എത്രയോ പ്രതികളുടെ കാര്യങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാധ്യമപ്രവർത്തകർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, അർജുൻ ആയങ്കിക്ക് മറുപടിയുണ്ടോ? രമേശ് ചെന്നിത്തല ഒന്ന് ചിരിച്ചു. എന്തു മറുപടി? മറുപടി പോലീസ് കൊടുക്കുമെന്നാണ് ആ ചിരിയുടെ അർത്ഥം. പിടിക്കാമെങ്കിൽ പിടിച്ചോ. കേരള പോലീസിനെ ഒരുത്തൻ ഇങ്ങനെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുമ്പോൾ പോലീസിൻ്റെ തലയിലെന്താ കളിമണ്ണാണോ? അവരുടെ അരിയിൽ തൂക്കിയിട്ടിരിക്കുന്നത് നല്ല വെടിയുണ്ട നിറച്ച തോക്കുകളാണ്. ഇന്നലെ അർജുൻ ആയങ്കി പറഞ്ഞു, വെല്ലുവിളിച്ചിട്ടില്ല, കീഴടങ്ങാം. എന്നാൽ കീഴടങ്ങേണ്ട കാര്യമില്ല, ഞങ്ങൾ തൂക്കിക്കൊള്ളാമെന്നാണ് കേരള പോലീസ് പറയുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും കേരള പോലീസിനെയും വെല്ലുവിളിച്ച് ഇപ്പോഴിതാ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് ആകാശ് തില്ലങ്കേരിയും കളന്നിറയുന്നു. അർജുൻ ആയങ്കി പരസ്യമായി പോലീസിനെ വെല്ലുവിളിക്കുകയും അവഹേളിക്കുകയും ചെയ്തതിനോട് തനിക്ക് യോജിപ്പില്ല. പക്ഷെ കള്ളക്കേസിൽ കുടുക്കിയ വികാര തള്ളിച്ചയിലാവാം അവനത് ചെയ്തത്. അർജുൻ ആയങ്കിക്കും കൂട്ടുകാർക്കും ഒപ്പം തന്നെയാണ് അന്നും ഇന്നും എന്നും താൻ നിലകൊള്ളുക എന്ന് ആകാശ് തില്ലങ്കേരി പറയുന്നു. ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ പൗരനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാൻ ഇത് ബീഹാറോ യു.പിയോ അല്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഒരു പൗരന്റെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്ത് തുനിഞ്ഞിറങ്ങുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി. ഭരണകൂട ഭീകരതയോട് ഒത്തുതീർപ്പില്ലെന്നും വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ ആയുധപ്പുരയിലെ തോക്കുകൾ തികയാതെ വരുമെന്നും കുറിപ്പിലുണ്ട്. ഭരണകൂട ഭീകരതയ്ക്കും സംഘി മോഡൽ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിയമപരമായ തെറ്റുകൾക്ക് നിയമപരമായ ശിക്ഷ നൽകട്ടെ. ഭരണകൂടത്തിന്റെ തോക്കിൻമുന കാട്ടി ഭയപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് സർക്കാർ കരുതുന്നതെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും. ഇത് ജനാധിപത്യമാണ്, രാജവാഴ്ചയല്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടാണ് ആകാശ് തില്ലങ്കേരിയുടെ വെല്ലുവിളി. തോക്ക് അരയിൽ തൂക്കിയിടാൻ ഇത്തരം ഗുണ്ടകൾ വെല്ലുവിളിക്കുമ്പോൾ ഇതിനോട് ആഭ്യന്തരമന്ത്രി എങ്ങനെ പ്രതികരിക്കും? കേരളത്തിന്റെ പോലീസ് എങ്ങനെ പ്രതികരിക്കും? ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ പിടികൂടാൻ കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിക്കുന്നു. അർജുൻ ആയങ്കി കഴിഞ്ഞ കുറേ കാലമായി കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രതിയെ കണ്ടെത്താനായി കൊച്ചിയിലും തൃശ്ശൂരിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ പോലീസ് വലവിരിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആയങ്കിയുടെ മൊബൈൽ ടവർ കൊച്ചിയിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ തിരച്ചിൽ. എന്നാൽ മൊബൈൽ ഫോൺ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച് പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമമാണോ ആയങ്കി നടത്തുന്നത് എന്ന സംശയവും ബാക്കി. അർജുൻ ആയങ്കി ഇതിനകം കേരളം വിട്ടിട്ടുണ്ടാകാമെന്നും തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാണ് സാധ്യതയെന്നും പോലീസിലെ ഒരു കൂട്ടർ പറയുന്നു. അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെയും മറ്റു ബന്ധങ്ങളെയും കേന്ദ്രീകരിച്ച് പോലീസ് ശക്തമായ അന്വേഷണം തുടരുന്നു. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയത്. താനും ഏതാനും സുഹൃത്തുക്കളും ജയിലിലടയ്ക്കപ്പെട്ട കേസിൽ തനിക്കെതിരെ എടുത്തത് കള്ളക്കേസാണെന്നും പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുമാണ് അർജുൻ ആയങ്കിയുടെ ചോദ്യം. പുനരന്വേഷണത്തിലൂടെ താൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ കേസിൽ അധികാര ദുർവിനിയോഗം നടത്തിയ കോതമംഗലം CI പ്രശാന്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആയങ്കി ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തന്റെ വെല്ലുവിളി സ്വീകരിച്ച് അന്വേഷണം നടത്തുകയും താൻ നിരപരാധിയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്താൽ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പൊന്നാട അണിയിക്കുമെന്നും ഒരു ഉമ്മ നൽകുമെന്നും ആയങ്കി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. തന്നെ വിരട്ടാൻ നോക്കേണ്ടെന്നും താൻ വളർന്ന പാർട്ടി വേറെയാണ് എന്നുമാണ് അർജുൻ ആയങ്കിയുടെ വാദം. പോലീസിനെ വെല്ലുവിളിച്ച് മുങ്ങി നടന്ന അർജുൻ ആയങ്കി ഇക്കഴിഞ്ഞ ദിവസം പന്നിയങ്കര ടോൾ പ്ലാസ കടക്കുന്നതിൻ്റെ ദൃശ്യം പോലീസിന് ലഭിച്ചു. അർജുൻ ആയങ്കിയെ സ്പോട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ അർജുൻ ആയങ്കിയുടെ സഹോദരനെയും യാത്ര ചെയ്തിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിലുള്ള പന്നിയങ്കര ടോൾ പ്ലാസ കടന്ന് അർജുൻ ആയങ്കി തൃശ്ശൂരിലേക്ക് എത്തി എന്നതായിരുന്നു പോലീസിന്റെ നിഗമനം. CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പരിശോധിച്ച് അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിച്ചു. വാഹനം തൃശ്ശൂർ നഗരത്തിലെത്തി എന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചു. തുടർന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ അർജുൻ ആയങ്കി വാഹനം ഓടിക്കുന്നത് വ്യക്തമായി കാണാം.
തൊട്ടടുത്തായി മറ്റൊരാൾ ഇരിക്കുന്നതും വ്യക്തമാണ്. ആയങ്കി ഇടയ്ക്കിടെ വാഹനങ്ങൾ മാറിക്കയറുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2 തവണ അർജുൻ ആയങ്കി ഇത്തരത്തിൽ വാഹനം മാറിക്കയറി യാത്ര തുടർന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തൃശൂർ നഗരത്തിൽ അർജുൻ ആയങ്കി എത്തി എന്ന ധാരണ പോലീസിൽ പടർത്തുകയും ഇതിനിടയിൽ തന്ത്രപരമായി കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു അർജുൻ ആയങ്കിയുടെ പദ്ധതിയെന്ന് പോലീസ് പരിശോധിക്കുന്നു. ആയങ്കിയുടെ സഹോദരനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചൊളിവിൽ കഴിയുന്ന ഒരു ക്രിമിനലിനെ പിടികൂടുകയാണ് ഇപ്പോൾ പോലീസിന്റെ മുഖ്യ ലക്ഷ്യം. അർജുന്റെ സഹോദരൻ അഖിൽ വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് പോലീസ് പിടിയിലാകുന്നത്. ഇയാളെ തൃശൂർ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു. ഇതിനിടയിൽ കേസ് നടത്താൻ പണം ആവശ്യമുണ്ട് എന്ന് കാട്ടി തന്റെ ഗൂഗിൾ പേ വിശദാംശങ്ങളടക്കം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു അർജുൻ ആയങ്കി. കേസ് നടത്താൻ പണം ആവശ്യമാണെന്നാണ് അർജുൻ ആയങ്കിയുടെ അഭ്യർത്ഥന. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്ന് മറ്റൊരു പോസ്റ്റിൽ ആയങ്കി കുറിച്ചു. ഊന്നുകൽ പോലീസ് ഇൻസ്പെക്ടർ BS ആദർശന് ഇൻസ്റ്റാഗ്രാം വഴി ഭീഷണി സന്ദേശം അയച്ചതിന് അർജുൻ ആയങ്കിക്കെതിരെ നേരത്തെ ഒരു കേസെടുത്തിരുന്നു. നേരത്തെ കോതമംഗലം ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിനെ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിന്റെ അന്വേഷണ ചുമതല ഊന്നുകൽ ഇൻസ്പെക്ടർക്കായിരുന്നു. കഴിഞ്ഞ മെയ് മാസം പുന്നേക്കാട് റിസോർട്ടിൽ സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിനിടയിൽ ക്രിമിനൽ ഗൂഢാലോചനയ്ക്കുള്ള ശ്രമം എന്ന പേരിൽ കോതമംഗലം പോലീസ് ആയങ്കിയെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആയങ്കി തിരിഞ്ഞത്. ഒളിവിലിരുന്ന കേസ് ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്നും ശത്രുക്കൾ തന്നെ ഒരു കോടീശ്വരനായി ചിത്രീകരിക്കുകയാണ് എന്നും QR കോഡ് ഉൾപ്പെടെ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഇയാൾ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കടത്താണ്, കോടീശ്വരനാണ് എന്നൊക്കെ ശത്രുക്കൾ വെറുതെ പറയുകയാണ്. നയ പൈസയില്ല, കയ്യിലൊരു നയ പൈസയില്ല എന്ന പാട്ടും പോസ്റ്റിൽ ചേർത്തിരിക്കുന്നു. താൻ തൃശൂർ റൗണ്ടിൽ മരത്തിന് കീഴെ ഇരിക്കുകയാണ് എന്ന് വാർത്തകൾക്ക് കീഴെ ഇയാൾ കമന്റ് ചെയ്തിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് പാലക്കാട് വഴിയാണ് അർജുൻ ആയങ്കി തൃശൂരിലേക്ക് എത്തിയത് എന്ന് പോലീസ് കണ്ടെത്തി. പന്നിയങ്കര ടോൾ പ്ലാസ കടന്നുപോകുന്നതിന് CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വൻതോതിൽ തിരച്ചിൽ നടത്തുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേന്ന് കോതമംഗലത്തെ റിസോർട്ടിൽ നടന്ന നാടകം അന്ന് കരുതൽ തടങ്കലിലാക്കി ആയങ്കിയെയും സുഹൃത്തുക്കളെയും കോതമംഗലം ഇൻസ്പെക്ടർ. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ ഇയാൾ ഒളിവിൽ പോയി. വെറും 4 കേസുകൾ മാത്രം അവശേഷിക്കുന്ന തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് തന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണെന്നും അർജുൻ ആയങ്കി കുറിക്കുന്നു. അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ: കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ റോഡിലിരുന്ന് കരയുന്ന സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് ഞാൻ. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്. മാനസികാരോഗ്യത്തിലോ മദ്യലഹരിയിലോ അല്ല. പൂർണ്ണബോധത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. എന്നെ കള്ളക്കേസിൽ ജയിലിലടച്ച് കേസ് പുനരന്വേഷണം നടത്തണം. അയാൾ എന്തിനിങ്ങനെ ചെയ്തു? ഞങ്ങളെ 6 പേരെ ജയിലിലടച്ച് ദ്രോഹിച്ചു എന്ന് അയാൾ മറുപടി പറഞ്ഞേ മതിയാകൂ. മുറിവേറ്റവൻ്റെ സ്വപ്നങ്ങൾ തകർന്നവൻ്റെ ജീവിതം താറുമാറായവൻ്റെ സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവൻ്റെ വേദന പകയാവും, പ്രതികാരമാവും. പിന്നെ യായവന് ചത്താലും ഭയപ്പാടില്ല, മുട്ടിനും വെടിവെച്ചിട്ടാലും മുട്ടുകുത്തില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് അർജുൻ ആയങ്കി. മുൻപ് നമ്മൾ ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവരുടെ പേരുകൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം അങ്ങനെയാണ്. ഒട്ടനവധി ക്രിമിനലുകളെ അവർ കേരളത്തിന് സംഭാവന ചെയ്തു, പ്രത്യേകിച്ച് CPM പാർട്ടിയിൽ നിന്ന്. അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയാണ് അർജുൻ ആയങ്കി. ഇയാൾ മുൻപ് DYFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് CPM സൈബർ പോരാളിയായി എതിരാളികളെ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഇതോടെ അർജുൻ ആയങ്കിക്ക് CPM പാർട്ടിയിൽ നിരവധി ആരാധകരുണ്ടായി. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ഇയാൾ വലിയൊരു കുറ്റശൃംഖലയുടെ ഭാഗമാകുന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലാണ് അർജുൻ ആയങ്കിയുടെ പേര് ഏറ്റവുമധികം നമ്മൾ കേൾക്കുന്നത്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണം വഴിയിൽ വെച്ച് പൊട്ടിച്ചെടുക്കുന്ന പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനി, നാടിനെ നടുക്കി 5 പേരുടെ മരണത്തിനിടയാക്കിയ രാമനാട്ടുകാരുടെ സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രധാന പ്രതി, സ്വർണ്ണക്കടത്ത് സംഘത്തെ വാഹനമിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്,
കസ്റ്റംസ് എടുത്ത സ്വർണ്ണക്കടത്ത് കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഗുണ്ടകൾ പിന്നീട് സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ കണ്ണികളുമൊക്കെയായി മാറിയപ്പോൾ അവരിൽ പ്രധാനിയായി അർജുൻ ആയങ്കി മാറി. അർജുൻ ആയങ്കിയുടെ ക്രിമിനൽ പശ്ചാത്തലം കേരളം ചർച്ച ചെയ്തതോടെ ഗത്യന്തരമില്ലാതെ ഡിവൈഎഫ്ഐ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ സൈബർ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രധാനിയായി അർജുൻ ആയങ്കി പിന്നീട് വളർന്നു. സോഷ്യൽ മീഡിയയിലെ സൈബർ ഫാൻസ് ഇയാൾക്ക് സംരക്ഷണ കവചമൊരുക്കും എല്ലാ കാലത്തും. ഏറ്റവും ഒടുവിലായി കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു. പിടിക്കാമെങ്കിൽ പിടിച്ചു കാണിക്കൂ എന്നാണ് കേരള പോലീസിനെ ഇയാൾ വെല്ലുവിളിക്കുന്നത്. ഒളിവിൽ കഴിയുമ്പോഴും നിരന്തരം ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പോലീസിനെ വെല്ലുവിളിക്കുക അർജുൻ ആയങ്കിക്ക് ഒരു ഹരമാണ്. സോഷ്യൽ മീഡിയ ഇളകിത്തെറിച്ച് നിൽക്കുന്നു. അർജുൻ ആയങ്കി എന്ന ക്രിമിനലിനെ പിടികൂടാൻ എന്തുകൊണ്ട് കേരള പോലീസ് വൈകുന്നുവെന്നാണ് മിക്കവരുടെയും ചോദ്യം. എന്തിന് മുട്ടിന് താഴെ തിരുനെറ്റിക്ക് തന്നെ കൊടുക്കൂ എന്ന് ചിലർ കുറിക്കുന്നു. അർജുൻ ആയങ്കിയുടെ സൈബർ ആരാധകർ എന്ന് ആരും അർജുൻ ആയങ്കിയെ പിന്തുണയ്ക്കുന്നവരെ വിളിക്കരുത്, പകരം CPM അടിമകളെന്ന് പറയുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത്. സിസ്റ്റമല്ല അർജുൻ ആയങ്കിയെ വളർത്തിയത് CPM എന്ന പാർട്ടി. ഒരു കൊലക്കേസ് പ്രതിയാണ് കേരളത്തോട് പറയുന്നത് ഈ സിസ്റ്റം അവനെ നശിപ്പിച്ചുവെന്ന്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഒന്നുകിൽ അർജുൻ ആയങ്കിക്ക് മാനസിക രോഗമുണ്ട് എന്ന് ചിലർ പറയുന്നു, അല്ലെങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചവൻ. CPM എന്ന പാർട്ടിയുടെ ഹുങ്കിൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ച അർജുൻ ആയങ്കിയെ എത്രയും പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കാനാണ് സമൂഹ മാധ്യമങ്ങളിലെ ആരവം. ഒരു കാര്യം വ്യക്തമാണ്, ആഭ്യന്തര വകുപ്പിനും പോലീസിനും വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു ഈ വിഷയം. ഇനിയുള്ള മണിക്കൂറുകളിൽ കേരളം കേൾക്കുന്ന വാർത്ത ഒരുപക്ഷെ ആയങ്കിയെ വീഴ്ത്തിയ പോലീസിന്റെ വാർത്ത തന്നെയാവാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.